നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ അടങ്ങിയ ധനുരാശിക്കാർക്കുള്ള 2026 മെയ് മാസത്തെ ഫലപ്രവചനങ്ങളാണ്. നിങ്ങളുടെ ഈ മാസത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ജ്യോതിഷപരമായ കണക്കുകൂട്ടലുകൾ പ്രകാരം പറയാവുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. ഇത് പൊതുവെ നല്ലൊരു സ്ഥാനമായതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വലിയ രീതിയിലുള്ള രോഗങ്ങളോ പേടിക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാവില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ആശങ്കകളില്ലാതെ സമാധാനമായിരിക്കാം. എങ്കിലും ചെറിയ ചില ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. പ്രധാനമായും കണ്ണുകൾക്ക് ചെറിയ അസ്വസ്ഥതകളോ എരിച്ചിലോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കണ്ണിന് അമിതമായി ആയാസം നൽകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകുന്നതും നന്നായിരിക്കും. നിലവിൽ കണ്ടകശനിയുടെ ദോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ശരീരത്തിന് അമിതമായ തളർച്ചയുണ്ടാക്കാൻ കാരണമാകും. പ്രധാനമായും കാലുകൾക്ക് വേദന അനുഭവപ്പെടാനോ അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ സാധാരണയേക്കാൾ കൂടുതൽ ക്ഷീണം തോന്നാനോ സാധ്യതയുണ്ട്. അമിതമായ അധ്വാനം കുറച്ച് ആവശ്യത്തിന് വിശ്രമമെടുക്കാൻ ശ്രദ്ധിക്കുക. വയറുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഗ്യാസ് അല്ലെങ്കിൽ ദഹനക്കുറവ് ഈ സമയത്തുണ്ടായേക്കാം. അതുപോലെ തന്നെ രാത്രിയിൽ ശരിയായ ഉറക്കം ലഭിക്കാതെ വരികയോ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയോ ചെയ്യാം. പഠനകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ മാസം വളരെ സന്തോഷകരമായ സമയമായിരിക്കും. ജ്യോതിഷപ്രകാരം 5ാം ഭാവമാണ് ബുദ്ധിശക്തിയെയും വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്നത്. ഈ ഭാവത്തിന്റെ അധിപനായ ചൊവ്വ മെയ് 11 സ്വന്തം ഭാവത്തിലേക്ക് തന്നെ, അതായത് 5ാം ഭാവത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇത് പഠനത്തിന്റെ കാര്യത്തിൽ വളരെ വലിയൊരു രാജയോഗം ഉണ്ടാക്കുന്നു. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാനും മികച്ച രീതിയിൽ ഓർത്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകൾ ഈ സമയത്ത് മാറിവരും. പരീക്ഷകളെക്കുറിച്ച് ഭയമുള്ളവർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയുന്ന സമയമാണിത്. അതിനാൽ പഠനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കാതെ മുന്നോട്ടു പോകാം. നിങ്ങൾ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നവരോ അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുന്നവരോ ആണെങ്കിൽ ഈ സമയം ഏറെ ഗുണകരമാണ്. സൂര്യന്റെയും ചൊവ്വയുടെയും രാശിമാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. മെയ് 14 വരെയുള്ള സമയം സർക്കാർ പരീക്ഷാ കാര്യങ്ങൾക്കും ഇന്റർവ്യൂകൾക്കും വളരെ അനുകൂലമാണ്. ഈ സമയങ്ങളിൽ നടത്തുന്ന കഠിനാധ്വാനം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം പാഴാക്കാതെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചുരുക്കത്തിൽ ഭാഗ്യവും ബുദ്ധിയും ഒത്തുചേരുന്ന ഒരു മാസമാണിത്. ചൊവ്വ നൽകുന്ന ഊർജവും സൂര്യൻ നൽകുന്ന ഭാഗ്യവും ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം പൊതുവെ സന്തോഷകരമാണെങ്കിലും സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മെയ് മാസം വളരെ അനുകൂലമായിരിക്കും. പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കാൻ ഈ സമയം സഹായിക്കും. നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ഈ സമയത്ത് ലഭിക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ പങ്കാളി നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അവരുടെ നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിക്കും. എങ്കിലും ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ പങ്കാളിക്ക് ഇടക്ക് അകാരണമായ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ എല്ലാ കാര്യങ്ങളും താൻ പറയുന്നത് പോലെ നടക്കണമെന്നൊരു ആധിപത്യ സ്വഭാവം അവർ കാണിച്ചേക്കാം. പങ്കാളിയുടെ ഭാഗത്ത് ദേഷ്യം കാണുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ചെറിയ വാശികൾ ഉണ്ടാകാനിടയുണ്ട്. രണ്ടുപേരും ഒരേപോലെ വാശി പിടിച്ചാൽ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. അതിനാൽ ചെറിയ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് പ്രണയബന്ധം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. വിവാഹിതരായ വ്യക്തികൾ മെയ് മാസത്തിന്റെ പകുതിക്ക് ശേഷം ചില കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. മെയ് മാസം പകുതി വരെ, അതായത് മെയ് 15 വരെ ദാമ്പത്യം സമാധാനപരമായിരിക്കും. എന്നാൽ മെയ് 15 ശേഷം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ വലുതാക്കാതെ നോക്കിയാൽ സമാധാനം നിലനിർത്താം.
ഈ സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവർക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. പ്രധാനമായും ചർമ്മം സംബന്ധമായ അലർജികളോ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നരമ്പ് സംബന്ധമായ വേദനകളോ ബുദ്ധിമുട്ടുകളോ അവർക്കുണ്ടായേക്കാം. ചുരുക്കി പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ തകർച്ചകളോ അപകടങ്ങളോ ഒന്നും ഈ മാസം സംഭവിക്കില്ല. പരസ്പരം മനസ്സിലാക്കി പെരുമാറിയാൽ സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. ഈ മാസം നിങ്ങളുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. മെയ് മാസത്തിന്റെ ആദ്യ പകുതി, അതായത് മെയ് 15 വരെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരാൻ സാധ്യതയുള്ള കാലയളവാണിത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെയ് 15 മുൻപ് ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സമയമാണിത്. പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ തേടി വരും. ഇത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുമെങ്കിലും ഒപ്പം തന്നെ ചെറിയൊരു മടിയോ അലസതയോ നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മെയ് 11 ശേഷം ജോലിയിൽ കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ജോലികൾ കൃത്യസമയത്ത് തീർക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിന്നീട് സമ്മർദ്ദത്തിന് കാരണമാകും. അതിനാൽ അലസത മാറ്റിവെച്ച് കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിലവിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കാനോ ആഗ്രഹിച്ച കമ്പനികളിൽ നിന്ന് ഇന്റർവ്യൂ കോളുകൾ വരാനോ ഈ മാസം സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവെ നല്ല സമയമാണെങ്കിലും മാസത്തിന്റെ പകുതിക്ക് ശേഷം, അതായത് മെയ് 15 കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ ചിലവുകൾ ബിസിനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതും നല്ലതാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഗ്രഹങ്ങളുടെ അനുഗ്രഹം ലഭിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിവസവും ഭക്തിയോടെ ഹനുമാനെ ഭജിക്കുന്നത് ശീലമാക്കുക. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഭയവും ആശങ്കകളും മാറി മനസ്സിന് നല്ല ധൈര്യം ലഭിക്കാനും ഇത് സഹായിക്കും. ചൊവ്വയുടെയും ശനിയുടെയും അനുഗ്രഹത്തിനായി ചൊവ്വാ സ്തോത്രവും ശനീശ്വര സ്തോത്രവും ദിവസവും 108 തവണ ജപിക്കുക. ചൊവ്വയുടെ മന്ത്രം ജപിക്കുന്നത് വിദ്യാഭ്യാസത്തിലും കർമ്മരംഗത്തും ഊർജ്ജസ്വലത നൽകും. ശനി മന്ത്രം ജപിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാനുള്ള കരുത്ത് നൽകും. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.